ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഞാനൊരു സ്ലിറ്റ് ടോപ്പിനകത്തിലാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ദാ ഞാൻ മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പേപ്പർ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ 3.5 കേട്ടോ, 3.25 ഞാൻ വീതി കൊടുക്കുന്നത്. അതേപോലെ ഇറക്കം 6 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒരു ബോക്സ് ആക്കി എടുക്കുവാണേ, ഇതേപോലെ. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു 5 ഇഞ്ചിലൊക്കെ ഞാനൊരു മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബോക്സ് ആക്കി എടുത്തതിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ അകത്തേക്ക് ഒരു മാർക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഞാൻ വരച്ചെടുക്കുവാണേ. എന്നിട്ട് അതിനെ നമ്മൾ സൈഡിൽ കോർണറിൽ ജോയിൻ ചെയ്തെടുക്കുവാണേ. പിന്നെ നമുക്ക് ഷോൾഡറിൻ്റെയും കൂടെ അളവ് കറക്റ്റ് വേണം കേട്ടോ. 6 ഞാൻ എടുക്കുന്നത്. 6 കൂടുതൽ അങ്ങോട്ട് പോകണ്ട. ഞാനിപ്പോൾ എൻ്റെ ഷോൾഡർ 14, അതുകൊണ്ടാണ് ഞാനൊരു 6 എടുക്കുന്നത്. ഈ 6 നിൽക്കണം നമ്മുടെ ഹാൻഡ് വർക്ക്, നെക്കിൻ്റെ അവിടുന്ന് ഈ ഷോൾഡറിലോട്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. താഴോട്ട് നമ്മുടെ ഹാൻഡ് വർക്ക് വരുന്നത് ഒരു 9 ഇഞ്ചിലൊക്കെ ഹാൻഡ് വർക്ക് നിൽക്കുന്നുണ്ട്. 9 കൂടുതലൊന്നും പോകണ്ട, അപ്പോൾ ഒരുപാട് താഴ്ചയിൽ പോവും. 9 മതി. അപ്പോൾ ഈ ഞാനിപ്പോൾ വരച്ചെടുത്ത ഉള്ളിലാണ് നമ്മുടെ ഹാൻഡ് വർക്ക് നിൽക്കുന്നത്. ഓക്കെ, 6, 6.5, 7, 9 കൂടുതൽ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അധികം താഴെ നിൽക്കണ്ട എന്നുള്ളവർ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കുവാണേ. നെക്ക് കൂടെ കട്ട് ചെയ്യുവാണേ. നെക്ക് സെപ്പറേറ്റ്, ഈ ഹാൻഡ് വർക്ക് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ നെക്കിന് ഇത്ര ഷേപ്പ് പോരാന്നുള്ളവർ ഒന്നുകൂടെ കേവ് ചെയ്ത് വരച്ചെടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് കേവ് വേണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാനൊരു 1/2 ഇഞ്ചിൽ മാത്രം കേവ് കൊടുത്തത്. അപ്പോൾ 1 ഇഞ്ചിലും അതിൽ കൂടുതലൊക്കെ കേവ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക്. പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം അതുകൂടെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ 2 പീസ് വേണം കേട്ടോ. ഇതേപോലെ നെക്കും 2 സൈഡിലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആം ഹോളിലോട്ടുള്ള ഭാഗവും തുണി ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ജോയിൻ ചെയ്തെടുത്തിട്ട് ഞാൻ നെക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്തെടുത്തു. അതേപോലെ ആ ഷോൾഡറൂടെ ഇതേപോലെ വെച്ച് മാർക്ക് ചെയ്തെടുത്തേ. ഇനി ഞാൻ കട്ട് ബീഡാണ് ഉപയോഗിക്കുന്നത്, ഗോൾഡൻ്റെ കട്ട് ബീഡ്, ത്രെഡും സൂചിയും. എന്നിട്ട് ഔട്ടർ ലൈനിൽ കൂടെ നമുക്ക് ആദ്യം ഒന്ന് വരച്ച് ബീഡ്സ് സ്റ്റിച്ചിട്ടെടുക്കാവേ. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ. കാരണം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴത്തേനും മുത്തുള്ളപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കുമേ. ആദ്യം ഔട്ടർ ലൈൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ ഇതേപോലെ അധികം ഗ്യാപ്പില്ലാതെ, എന്നാൽ നല്ല അടുപ്പിച്ചടുപ്പിച്ചാണോ എന്ന് ചോദിച്ചാൽ അടുപ്പിച്ചടുപ്പിച്ചോ അല്ല, ഒരു ബീഡ് അടുത്ത ബീഡിനെ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്.
ഇത് ഫുള്ളും കവറായി ഇരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കവറായി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ ഇതേ രീതിയിൽ ഗ്യാപ്പ് അധികം തോന്നാത്ത രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഒരു സൈഡിലെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കണം.
അപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഷേപ്പ് വേണ്ടവർക്ക് അല്പം കൂടി 1/2 ഇഞ്ച് എന്നുള്ളത് 1 ഇഞ്ച് ഉള്ളിലേക്ക് കേർവ് ചെയ്ത് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ട് കണ്ടാലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല ഭംഗിയിൽ തന്നെ എനിക്ക് ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന നമ്പർ ബൈ.